ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. എല്ലാവർക്കും പാത്തൂസ് കറികളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു കുട്ടി വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ മുൻകൂട്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള ട്രിപ്പല്ല കേട്ടോ, പെട്ടെന്നുണ്ടായിട്ടുള്ളൊരു യാത്രയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്നതിൻ്റെ തലേ ദിവസം നമ്മൾ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാമെന്ന് പ്ലാൻ ചെയ്തിരുന്നേ. പിന്നെയാണ് നമുക്ക് ഓർമ്മ വന്നത് നമ്മളെ വീട്ടിലെ ഗ്യാസ് തീർന്ന കാര്യം. അപ്പോൾ രാവിലെ നമുക്ക് നേരത്തെ ഗ്യാസ് കിട്ടുകയാണെങ്കിൽ പൊതിച്ചോറുണ്ടാക്കാം, അതല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് കഴിക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം നമുക്ക് രാവിലെ തന്നെ ഗ്യാസ് കിട്ടുകയും ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ തീരുമാനിച്ച പോലെ തന്നെ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അധികം ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ തന്നെ ഉള്ളത് വെച്ചിട്ട് ഒരു ചെറിയൊരു പൊതിച്ചോറാണ് ഉണ്ടാക്കിയത്. ഒരു തട്ടിക്കൂട്ട് പൊതിച്ചോറാണ് ഉണ്ടാക്കിയത്. അപ്പോൾ പൊതിച്ചോറ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് വാഴയിലൊക്കെ ഓർമ്മ വരിക. വാഴയിൽ മേടിക്കാൻ പോകാനുള്ള ടൈമും ഇല്ല കേട്ടോ. ഇപ്പോൾ തന്നെ അത്യാവശ്യം ലേറ്റായി, 12 മണിയൊക്കെ ആയിട്ട് അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫോയിൽ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പൊതിച്ചോറ്. അപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ ബീട്രൂട്ട് ഉപ്പേരി, തക്കാളി ചട്നി, പിന്നെ മുട്ട പൊരിച്ചത്, മാങ്ങച്ചാറാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ മാങ്ങച്ചാറുടെ റെസിപ്പി ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ പോയി കാണാം കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ പൊതിച്ചോറ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞങ്ങളിതാ പൊതിച്ചോറൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ കൂടെ ഇക്കാടെ സിസ്റ്ററിൻ്റെ മോനും വൈഫും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ കൂടെയാണ് നമ്മളിന്ന് യാത്ര പോകുന്നത്. അവർക്ക് ചെറിയൊരു മോളുള്ളത് കൊണ്ട് തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെയാണ് കേട്ടോ പറഞ്ഞത് ഫുഡൊക്കെ ഞാനൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരാമെന്ന്. അപ്പോൾ അവളൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് അവൾ എന്തെങ്കിലും മീനൊക്കെ ഫ്രൈ ചെയ്തിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ഇനി നേരെ അവരെ വീട്ടിലോട്ട് പോയിട്ട് നമ്മൾ കാർ അവിടെ ഇട്ടതിന് ശേഷം അവരുടെ കാറിലാണ് കേട്ടോ ഇന്ന് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ അത്യാവശ്യം ലേറ്റായി, ഏകദേശം ഒരു 1 മണി ആയിട്ടുണ്ട് നമ്മൾ ആ ഒരു വീട്ടിലോട്ട് എത്തുമ്പോൾ തന്നെ. അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മൾ പോകുന്നത് എവിടേക്കാണെന്ന് പറഞ്ഞില്ല അല്ലേ. സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്ത് വണ്ടി ഇരുന്നിട്ട് തന്നെ കേട്ടോ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എവിടേക്കാണെന്നൊക്കെ നമ്മൾ പോകുന്നത് എന്താ പറയുക, കൽബ ബീച്ചിലോട്ടാണ് കേട്ടോ ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇനി കുറച്ച് കഴിഞ്ഞാൽ പ്ലാൻ മാറോ ഇല്ലയെന്ന് അറിയില്ല. നമ്മളെപ്പോഴും യാത്ര പോകുമ്പോൾ മുൻകൂട്ടിയിട്ടൊന്നും സ്ഥലമൊന്നും പ്ലാൻ ചെയ്യില്ല കേട്ടോ. വണ്ടി കയറിയതിന് ശേഷം നമ്മൾ എവിടേക്കാണ് പോകേണ്ടതെന്നൊക്കെ തീരുമാനിക്കുള്ളൂ. ഇപ്പോൾ നമ്മൾ പോകുന്നത് കൽബ ബീച്ചിലോട്ടാണ്. അപ്പോൾ കൽബുകളെ കൊണ്ട് കൽബ ബീച്ചിലേക്കൊരു യാത്ര. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഒന്ന് കണ്ടു വന്നാലോ. ഇപ്പോൾ നമ്മൾ ഫുജേറ റോഡിലൂടെയാണ് കേട്ടോ പോകുന്നത്. കുറേ കുന്നുകളും മലകളൊക്കെ മരുഭൂമിയൊക്കെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഒരു ഫുജേറ സൈഡിലുള്ള റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത് മലകളൊക്കെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് നല്ല നല്ല ഭംഗിയുള്ള മലകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ ഫുജേറ റോഡിലൂടെ പോകുമ്പോൾ കാറുകളൊക്കെ പാസ് ചെയ്യുന്ന സമയത്ത് മ്യൂസിക്കൊക്കെ കേൾക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്നതാണ്. പക്ഷേ സംഗതി ശരിയാണ് കേട്ടോ. നമ്മൾ അതിൽ കൂടെ ഫുജേറ റോഡിൽ കൂടെ ഇങ്ങനെ വാഹനം പാസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ സൗണ്ട് കേൾക്കാൻ പറ്റും കേട്ടോ. ഈ സംഗീതത്തിൻ്റെ ഒക്കെ സൗണ്ട് നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ ഡബ് ചെയ്യുന്ന കാരണം നിങ്ങൾക്ക് ശരിക്കും കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. എന്നാലും ഒന്ന് ശ്രദ്ധിച്ചൊന്ന് കേട്ടാൽ നമുക്കതൊന്ന് കേൾക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വിശന്ന് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ. അപ്പോൾ നമ്മളത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല തണുപ്പ് നോക്കിയിട്ടുള്ള ഒരു പ്ലേസ് നോക്കി നടക്കുകയാണ് കേട്ടോ. അങ്ങനെ അതാ നല്ല തണുപ്പായിട്ടുള്ള ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. ഒരു മരത്തിൻ്റെ ഒക്കെ ഒരു ചോട് പോലത്തെ ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതാ നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള നല്ല പൊതിച്ചോറാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ യാത്രയൊക്കെ പോകുന്ന സമയത്ത് ഇതേപോലെയൊക്കെ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി പോകുമ്പോൾ എല്ലാവരൊക്കെ കൂടി ഇരുന്നിട്ട് കഴിക്കാൻ നല്ലൊരു വൈബാണ് അല്ലേ. അതേപോലെ തന്നെ ബിരിയാണിക്കും അതേപോലെ എന്താ പറയുക മന്തിക്കൊക്കെ അതിനെക്കാട്ടും കൂടുതൽ ടേസ്റ്റ് തോന്നും നമുക്ക് ഈ ഒരു പൊതിച്ചോറിനാണ് കേട്ടോ. എൻ്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു പൊതിച്ചോറ് അങ്ങനത്തെ ഒരു സംഭവങ്ങളാണ് കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളത്. അപ്പോൾ ഇതാ നമ്മളെല്ലാവരും ഫുഡൊക്കെ വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും
മസ്റ്റാണല്ലോ. അപ്പോൾ എല്ലാവർക്കും ഉറക്കമൊക്കെ അങ്ങനെ വന്നു തുടങ്ങി. എന്നാലും നമ്മൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളവിടുന്ന് വണ്ടിയിൽ കയറിയിട്ടാണ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് മറ്റാളിതാ കുഞ്ഞിപ്പെണ്ണ് എണീറ്റ്. അപ്പോൾ അവൾക്കുള്ള ഫുഡൊക്കെ ഇങ്ങനെ കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഫുഡൊക്കെ കൊടുക്കുന്ന ഇടയിൽ നമ്മളിതാ വഴിയിൽ ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളിതാ ഒരു കഴുതനെ കണ്ടേ. അപ്പോൾ അവിടെ ഇങ്ങനെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഇങ്ങനെ കഴുതനൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ. കുറച്ച് നേരം നമ്മളിതാ അതിനിങ്ങനെ നോക്കിയിട്ടൊക്കെ വണ്ടിയൊക്കെ ഒരു സൈഡിലൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ നിർത്തിയിട്ട് ഇങ്ങനെ നമ്മൾ അതിനിങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. ഈ കാണുന്നതാണ് കേട്ടോ കൽബ ക്ലോക്ക് ടവർ. ഏകദേശം ഈ ടവറിൻ്റെ ഉയരം വരുന്നത് 60 മീറ്ററാണ് കേട്ടോ. പിന്നെ എനിക്കിതിനെപ്പറ്റി അങ്ങനെ മുഴുവനായിട്ട് ഇങ്ങനെ പറയാൻ അറിയില്ല, അറിയുന്നത് മാത്രം ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ചില സ്ഥലത്ത് നമുക്ക് ഇതേപോലെ വീഡിയോസും ആണ് ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റില്ല, അതങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളൂ. ഇപ്പം നമ്മൾ കൽബ ബീച്ചിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ പുറത്ത് ഇറങ്ങാൻ പറ്റാത്ത അത്രയും ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങി വന്നതിന് ശേഷം നമുക്ക് അപ്പോഴത്തേക്കൊന്ന് കുറച്ച് ചൂടൊന്ന് കുറയുമല്ലോ വിചാരിച്ചിട്ടോ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാ നമ്മൾ ഈ റോഡിൻ്റെ സൈഡിലായിട്ട് ഇതേപോലെ കുറേ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പക്ഷേ അത് എന്താണെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതാ കുറേ ഇതേപോലെ ഇങ്ങനെ കുറേ ബിൽഡിങ്ങുകൾ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ടും നല്ല ചൂടാണ്. നമുക്ക് ബീച്ചിലൊക്കെ ഒന്ന് പോയി ഇരിക്കാൻ തന്നെ പറ്റുന്നില്ല, അത്രയ്ക്കും ചൂടാണ്. അപ്പോൾ പിന്നെ നമ്മളൊന്ന് റൗണ്ട് അടിച്ചിട്ടൊന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ഒന്ന് വരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അപ്പോഴത്തേക്കും കുറച്ച് ചൂടൊക്കെ മാറുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിതാ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളിതാ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ ശേഷം നേരെ നമ്മളിതാ ബീച്ചിലോട്ട് വന്നിട്ടോ. അപ്പോൾ ആ ബീച്ചിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും നമുക്ക് ചൂടിനൊരു മാറ്റമില്ല കേട്ടോ, നല്ല ചൂടാണ്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു തണലുള്ളൊരു സ്ഥലം കിട്ടി. അപ്പോൾ നമ്മളവിടെ പായൊക്കെ വിരിച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് നമ്മളവിടെ ഇങ്ങനെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നിട്ടാണ്. കുട്ടികൾക്കൊക്കെ കളിക്കാനായിട്ടുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കുറേ കുട്ടികളൊക്കെ ഇങ്ങനെ ഊഞ്ഞാലാട് അങ്ങനെ അവർ ഇതിലൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ചെറിയ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ നമുക്ക് പൈസ കൊടുത്തിട്ട് വേണം തോന്നുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ. പക്ഷേ അവിടെ ഓപ്പൺ ആയിട്ടില്ല കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നടക്കാനും ഓടാനൊക്കെ ആയിട്ടുള്ള കുറേ സ്പേസുകളൊക്കെ ഉണ്ട്. കുറച്ച് നേരം നമ്മളിത് മോളൊക്കെ ആയിട്ട് പാർക്കിലൊക്കെ ഒന്ന് കളിച്ച് കഴിഞ്ഞ ശേഷം അവൾക്കൊന്ന് ബീച്ചിൽ വെള്ളത്തിലൊക്കെ ഇറങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ അവൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീച്ചിൽ എത്തിയാൽ വെള്ളത്തിലൊക്കെ ഇറങ്ങണമെന്ന്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഒരു ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷം അവളായിട്ട് നമ്മളുടെ ബീച്ചിലോട്ട് ഇറങ്ങണം കേട്ടോ. ഈ ഒരു ഭാഗത്ത് മണ്ണിനെക്കാട്ടും കൂടുതലായിട്ട് ഇത്തളുകളുണ്ടല്ലോ, ചെറിയ ചെറിയ ഇത്തളുകളാണ് കേട്ടോ അധികം ഉള്ളത്. നമ്മൾ ചെരുപ്പ് ഇടാതൊക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആ ഇത്തളൊക്കെ ഇങ്ങനെ കാലുമലൊക്കെ ഇങ്ങനെ കുത്തുന്നുണ്ട്. അധികം നമുക്ക് ഇത്തളുകളാണ് അധികം കാണാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നാട്ടിലുള്ള കടലിനെക്കാട്ടിയും തിര കുറവാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അധികം തിരയൊന്നുമില്ല. പിന്നെ മാത്രമല്ല നമുക്കധികം ഉള്ളിലോട്ട് പോകാനായിട്ട് നമുക്കവിടെ അനുവാദമില്ല കേട്ടോ. നമ്മളങ്ങനെ ഉള്ളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ പോലീസുകാരൊക്കെ വന്നിട്ട് നമ്മളോട് പുറത്തേക്ക് ഇങ്ങനെ കയറി നിൽക്കാനൊക്കെ പറയും. അപ്പോൾ അധികം അവർ ഉള്ളിലോട്ടായിട്ട് നമുക്ക് പോകാൻ സമ്മതിക്കണില്ല കേട്ടോ. അപ്പോൾ അവളിതാ കുറച്ച് നേരം ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇരുന്നിങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിക്കാനായിട്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടുന്ന് പോകുമ്പോൾ തന്നെ അവൾ അങ്ങനെ കടലിൽ ബീച്ചിലൊക്കെ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ വെള്ളത്തിലൊക്കെ ഇറങ്ങി കുറച്ച് നേരത്തെ കളിച്ചതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് പോന്നിട്ട്. അപ്പോൾ അത്യാവശ്യം രാത്രിയൊക്കെ ആയി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ. പിറ്റേ ദിവസം ഇവർക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 7 മണി 7:30 ഒക്കെ ആവുന്ന സമയത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അധികം ലേറ്റ് ആയിരുന്നില്ല കേട്ടോ, വേഗം തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി.
അപ്പോൾ അങ്ങനെ പോകുന്ന വഴിയിൽ ഇവിടെ ഉപ്പാൻ്റെയും മോളെയും ഒരു സംഗീത കച്ചേരി ഉണ്ടായിരുന്നേ. അപ്പോൾ അതവരറിയാണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങളിപ്പോൾ ഈ കേൾക്കാൻ പോകുന്നത്. ഞാൻ ഈ വീഡിയോ ഇട്ടതിന് ചിലപ്പോൾ എനിക്കുള്ളത് എന്തെങ്കിലും ഒന്നും കിട്ടാതിരിക്കില്ല കേട്ടോ, എന്നാലും വേണ്ടിയില്ല. അപ്പോൾ അങ്ങനെ നമ്മളിതാ പോണ വഴിയിലാണ് ഇത് ഹാങ്ങിങ് ഗാർഡൻ കണ്ടത് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് നല്ല രാത്രി ആയതുകൊണ്ട് അവിടെ പോകാനും പറ്റില്ല. മാത്രമല്ല ഈ സമയത്ത് നമുക്ക് അവിടെ അലൗഡ് ആണോ എന്ന് അറിയില്ല കേട്ടോ. രാവിലെയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി നേരത്തൊക്കെ ആണെങ്കിൽ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് കയറായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ സമയമായതുകൊണ്ട് നമ്മളവിടെ ഇങ്ങോട്ട് കയറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളുടെ വീട്ടിലോട്ട് പോവുകയാണ്. ഇനി പോണ വഴിയിൽ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേണം വീട്ടിലോട്ട് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കൽബ ബീച്ചിലെ യാത്ര എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കടുത്ത പുതിയൊരു വീഡിയോയിൽ കാണാം.